ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. തെക്കുംകര പഞ്ചായത്ത് മണലിത്തറ 5-ാം വാർഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടും നടപടിയില്ല. പ്രതിഷേധവുമായി മണലിത്തറ 5-ാം വാർഡ് നിവാസികൾ രംഗത്ത്. വാർഡ് മെമ്പറെ കാര്യങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരെ സമീപിക്കുകയായിരുന്നു. കുടിവെള്ളം വ്യാപകമായി ഒഴുകിക്കിടക്കുന്ന രീതിയിലാണ്. മഴക്കാല രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ള ഈ സമയത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആശാ വർക്കറായ വാർഡ് മെമ്പർക്ക് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടും അതിനുവേണ്ട നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് AR കൃഷ്ണൻകുട്ടി, അനീഷ് കണ്ടമാട്ടിൽ എന്നിവർ രംഗത്തെത്തിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുമെന്നും മുൻ വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ AR കൃഷ്ണൻകുട്ടി പറഞ്ഞു. മണലിത്ര കിഴക്കേക്കര 5-ാം വാർഡിൽ ജനുവരി മാസം മുതൽ ഈ പണി കഴിഞ്ഞ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. വാർഡ് മെമ്പറോട് പറഞ്ഞപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് വാർഡ് മെമ്പർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ്. വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയോട് പറഞ്ഞിട്ടും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലെ മീറ്റിങ്ങുകളും ഫണ്ടുകളും ചെലവഴിക്കുമ്പോൾ ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രോഗാണുക്കളെ വളർത്തുന്ന രീതിയിൽ കിടന്നിട്ട് 4 മാസമായി. കഴിഞ്ഞ ദിവസം മെമ്പറോട് വന്ന് പറഞ്ഞപ്പോഴും മെമ്പർ എന്നെ കൊണ്ട് കഴിയാത്തൊരു രീതിയാണ്. ഇത് ഇവിടെ മാത്രമല്ല, മണലിത്ര വയനശാല അവിടെ പൊട്ടിപ്പോകുന്നത് 5-ാം വാർഡിൽ അടച്ചു. 6-ാം വാർഡിലെ വെള്ളം വരുമ്പോൾ പറഞ്ഞത് അത് വാർഡ് 6 ഇത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും നടുക്കിൽ കാശ്മീർ എന്ന് പറഞ്ഞ പോലെ തെക്കുംകര പഞ്ചായത്തിലെ ഭരണസമിതി ഇവിടെ വേർതിരിവ് കാണിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരോ ഭരണസമിതിക്കോ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ശക്തമായ സമരങ്ങൾക്ക് തെക്കുംകര പഞ്ചായത്തിലേക്ക് വരേണ്ടി വരും. അതിനു മുമ്പ് ഈ പ്രവർത്തികൾ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനമാണ് ഇതിന് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു. മറ്റൊരു സമീപിച്ചു അവർ പറയുന്നത് ഇപ്പോൾ പഠിച്ച ആളുകളില്ല എന്നുള്ളതാണ്. പക്ഷെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് 1-2 വ്യക്തികളെ ഇതറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലംബിംഗ് ഉദ്യോഗാർത്ഥികളെ വെച്ചിരിക്കുകയാണ്. അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ജലം ക്ഷാമം നേടുന്ന ഈ അവസ്ഥയിൽ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. അതുമല്ല, വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൊതുക് പോലുള്ള കാര്യങ്ങൾ മുട്ടയിടുകയും അതുപോലെ തന്നെ ഇതുപോലുള്ള ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വരാൻ ഏറ്റവും കാര്യമായ ഒരു കാര്യമാണ്. അത് പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിൽ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.